ബിരുദ പഠനത്തിന് അന്യനാടുകളിലേക്ക് ചേക്കേറുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവണത ഇക്കാലത്ത് വർദ്ധിച്ചുവരികയാണ്. എന്നാൽ കാനഡയിൽ നിന്നുള്ള വാർത്തകൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നവയാണ്. ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിൽ 74% അധികൃതർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ 2023 ഇന്ത്യയിൽ നിന്നുള്ള 32% അപേക്ഷകൾ മാത്രമാണ് നിരാകരിക്കപ്പെട്ടത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള 40% അപേക്ഷകളും ചൈനയിൽ നിന്നുള്ള 24% അപേക്ഷകളും തള്ളി. ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ ആരോപണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായിരുന്നു. ബിരുദ പഠനത്തിന് കാനഡ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പഠനാവസരങ്ങളും ജോലി സാധ്യതകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന നയത്തിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് രണ്ടു ഫലങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, പുതിയ തലമുറകളെ ഇവിടെ നിലനിർത്താൻ അത് സഹായിക്കും. മറ്റൊന്ന്, ഇന്ത്യയുടെ ഉൽപാദനക്ഷമത കൂട്ടാനും അതുവഴി വൻ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് മുന്നേറുവാനും അത് സഹായകരമാവുകയും ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.